കൊടുങ്ങാരൂർ വാർഡ് കൗൺസിലർ വി രാജേഷ് തിരുവനന്തപുരം മേയറാകും. BJP സംസ്ഥാന സെക്രട്ടറി S സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത്. കരമം വാർഡ് കൗൺസിലർ ആശാനാഥാണ് ഡെപ്യൂട്ടി മേയറാകുന്നത്. BJP കൗൺസിലർമാരുടെ യോഗത്തിലായിരുന്നു തീരുമാനം. വിവരങ്ങൾ നൽകാൻ വിനീഷും S ശാലിനിയുമുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ്. ശാലിനി, ഇപ്പോൾ വി രാജ് പ്രതികരിച്ചത് കണ്ണിലെ കൃഷ്ണമണി പോലെ തിരുവനന്തപുരത്തെ കാത്തു സൂക്ഷിക്കുമെന്നാണ്. വികസനം മാത്രം ലക്ഷ്യം വെച്ച് അധികാരത്തിലേറിയവരാണ്, അനന്തപുരിയുടെ അമരത്തെത്തിയവരാണ് അവർ. ഇപ്പോൾ വി രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനത്തെത്തുമ്പോൾ എന്തൊക്കെയാണ് ഇനി കാണേണ്ടത്? സന്തോഷമൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. പ്രധാനമായും എനിക്ക് പിന്നിൽ കാണുന്ന ഈ ബോർഡ് പോലെ വികസിത കേരളം, വികസിത അനന്തപുരി, അത് സൃഷ്ടിക്കാനുള്ള നീക്കത്തിലും തയ്യാറെടുപ്പിലുമൊക്കെയാണ് BJPയുടെ ഓരോ കൗൺസിലർമാരുമുള്ളത്. അവർക്ക് ഊർജ്ജം പകരാൻ, അവരുടെ മുന്നിൽ നിന്ന് നയിക്കാൻ, തിരുവനന്തപുരം നഗരസഭയെ, അനന്തപുരിയെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ, ശരിക്കും സ്മാർട്ടായ ഒരു സ്മാർട്ട് സിറ്റിയാക്കി തിരുവനന്തപുരത്തെ മാറ്റാനായി വി രാജേഷ്, VVR, ഈ തലസ്ഥാന നഗരത്തിലെയൊക്കെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുടെ VVR എന്നാണ് അറിയപ്പെടുന്നത്. VVR ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എന്തായാലും നാളെ രാവിലെ 10 കൂടിയാണ് മേയർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഉണ്ട്. വിപ്പൊക്കെ നൽകി ഇനിയിപ്പോൾ നടപടികൾ പൂർത്തീകരിക്കും. നാളെ രാവിലെ 10 കൂടി മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് നടക്കും. മേയർ ആരാണ് എന്നുള്ളത് ഔദ്യോഗികമായി നാളെ രാവിലെ ഒരു 11-11:30 കൂടി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുൻതൂക്കം BJPക്ക് തന്നെയാണ്. 50 കൗൺസിലർമാർ ഒപ്പമുണ്ട്. ഒപ്പം തന്നെ 2 സ്വതന്ത്ര കൗൺസിലർമാരുടെ നിലപാട് അത് നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അത് BJPയുടെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ദേശീയതയോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും വികസിത അനന്തപുരി എന്ന് പറയുന്ന ആശയത്തോട് കൈകോർക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ഈ 2 സ്വതന്ത്ര കൗൺസിലർമാരും സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അവരുടെ വോട്ടുകൾ നാളെ നിർണായകമാണ്. അത് NDAയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ BJPയുടെ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ കേവല ഭൂരിപക്ഷം എന്ന 51 തൊട്ടുകൊണ്ട് BJP മേയർ വി രാജേഷ് നാളെ ചുമതല ഏൽക്കുകയും ചെയ്യും, അധികാരം പിടിക്കുകയും ചെയ്യും. എന്തായാലും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു വികസിത അനന്തപുരിയായിരിക്കും. മാറ്റത്തിൻ്റെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വി രാജേഷ് പറയുന്നത്. ഒപ്പം നിന്നവർക്ക്, ഒപ്പം നിന്ന് പ്രവർത്തിച്ചവർക്ക് ഒക്കെ ഈ ഒരു സ്നേഹം, സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 5 വർഷം തിരുവനന്തപുരം നഗരസഭ കണ്ടത് ഡസൻ കണക്കിന് സമരങ്ങളാണ്. അതേപോലെ തന്നെ ഡസൻ കണക്കിന് അഴിമതികളാണ്. ആ അഴിമതി നടത്തിയപ്പോഴൊക്കെ BJPയുടെ സമരങ്ങൾ കണ്ടിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ സമരം നടന്നിരുന്നു. ആ സമരസമയത്തൊക്കെ അവർക്ക് മുന്നിൽ നിന്ന് നയിച്ച, അവർക്ക് മുന്നിൽ നിന്ന സമര പോരാളികൾ, അവർക്ക് വേണ്ടി അടികൊണ്ട, അവർക്ക് വേണ്ടി ജയിലറകളിൽ കിടന്ന സാധാരണക്കാരായ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ഓരോ അമ്മമാർക്കും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു സ്ഥാനം, ഈ ഒരു ചുമതല താൻ നൽകുന്നത് എന്നുള്ളതാണ് വി രാജേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കരിമം വാർഡിലെ പുതിയ വാർഡാണ്. നഗരസഭ രൂപീകരിച്ച് ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞു. ഒപ്പം തന്നെ വാർഡ് വിഭജനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നൊരു പുതിയ വാർഡ്. ആ വാർഡിൽ ജനറൽ സീറ്റിൽ നിന്ന് മത്സരിച്ചുകൊണ്ട് ആശാനാഥ് വിജയം കൊടി പാറിക്കുന്നു. 1200-ലധികം വോട്ട് നേടിക്കൊണ്ട്, ഭൂരിപക്ഷം നേടിക്കൊണ്ട് നഗരസഭയിലേക്ക് അങ്ങനെ 3ാം തവണയും എത്തി. അങ്ങനെ ഒരുപാട് ആകാംക്ഷയോടും ഒരുപാട് പ്രത്യാശയോടും ഒക്കെയാണ് അവർ ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും അവരുടെ കൈകളിലും ഈ നാട് സുരക്ഷിതമാണ് എന്ന് BJPക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ആശാനാഥിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും യുവാക്കൾക്കും ഒപ്പം തന്നെ വനിതകൾക്കും എത്രത്തോളം പ്രാധാന്യം BJP നൽകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമമായ തെളിവാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, അങ്ങനെ തന്നെയാണ്. വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്ന ശേഷം ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. പാരമ്പര്യമുറങ്ങുന്ന മണ്ണിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നായിരുന്നു വി രാജേഷിൻ്റെ പ്രതികരണം. അത്തരത്തിൽ നമുക്കൊരു കാര്യം പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പോകേണ്ട അന്ന് രാവിലെ അനന്തപത്മനാഭനെ വണങ്ങി, അനന്തപത്മനാഭന് ദേശം സമർപ്പിച്ച ശേഷമാണ് അനന്തപുരിയുടെ അമരത്തേക്ക് അവർ സത്യപ്രതിജ്ഞ ചെയ്യാൻ എത്തിയത്. അത്തരത്തിൽ പാരമ്പര്യത്തെ വണങ്ങുന്ന, സംസ്കാരം ചേർത്ത് പിടിക്കുന്ന ഒരു സംഘം, ഒരു പൈതൃകം പേറുന്ന ഒരു പാർട്ടിയുടെ അമരത്തേക്കാണ് ഇവർ എത്തിയതെന്നും ഇപ്പോൾ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു.
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ ഒരു ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ഔദ്യോഗിക സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് മുൻപ് തിരുവനന്തപുരം നഗരസഭയിലെ 50 വാർഡ് കൗൺസിലർമാർ നഗരസഭയിലേക്ക് എത്തിയത് ദേശദേവന്, തിരുവനന്തപുരത്തുകാർ എപ്പോഴും പറയുന്നത് അനന്തപത്മനാഭന് നാടും നഗരവും സമ്മാനിച്ചതിന് ശേഷമാണ് അവർ BJPയുടെ കൗൺസിലർമാർ അന്ന് ചുമതലയേൽക്കാൻ പോയത്. ഇപ്പോഴും VV രാജേഷ് ചുമതല, നാളെ ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞതിന് ശേഷം, ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഒരുപാട് പാരമ്പര്യം ഉറങ്ങുന്ന മണ്ണാണ്, ഒരുപാട് പാരമ്പര്യങ്ങൾ പേറുന്നൊരു നാടാണ്. അപ്പോൾ അവിടെ ആ പാരമ്പര്യങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. നമുക്കറിയാം, തലസ്ഥാന ജില്ലയിൽ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾ നടന്ന മണ്ണ് കൂടിയാണ്. ആ ചരിത്ര മുഹൂർത്തങ്ങളുടെ പല ശേഷിപ്പുകളും ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP ജില്ലാ കമ്മിറ്റി അടക്കമുള്ളവർ ഈ കേന്ദ്രങ്ങളിലൊക്കെ സന്ദർശിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനൊക്കെ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പുനർനിർമ്മിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുമെന്നുള്ളൊരു ചെറിയ മുന്നറിയിപ്പ് കൂടിയാണ് നമുക്ക് ആ പാരമ്പര്യം എന്ന് പറയുന്ന VV രാജേഷിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും രണ്ടുപേരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേതാക്കന്മാരൊക്കെ ഇവിടെ തുടരുകയാണ്. BJPയുടെ ജില്ലാ അധ്യക്ഷൻ, തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ഉണ്ട്. ഒപ്പം തന്നെ എല്ലാ കൗൺസിലർമാരും ഇവിടെ തന്നെ ഉണ്ട്. കൂടാതെ തന്നെ സംസ്ഥാന നേതാക്കന്മാർ ഇവിടെ തന്നെ തുടരുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇവരൊക്കെ പിരിയും. നാളെ രാവിലെ നിർണായകമായി ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലേക്കാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി നഗരസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രാവിലെ 10 മണിക്ക് ആരംഭിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള മേയർ പ്രഖ്യാപനത്തിനും തെരഞ്ഞെടുപ്പിനുമായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. എന്തായാലും ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞ ദിവസമായിരുന്നു, ഒരുപാട് മാധ്യമ വാർത്തകൾ വന്ന ദിവസമായിരുന്നു. ആരായിരിക്കും മേയർ, ആരായിരിക്കും ഡെപ്യൂട്ടി മേയർ, രണ്ടുപേരും ഡെപ്യൂട്ടി മേയറും മേയറും വനിതകളായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് അഭ്യൂഹങ്ങളോ ആ വാർത്തകളോ ഒന്നുമല്ലായിരുന്നു ശരി. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്ര നേതൃത്വവും ദേശീയ നേതൃത്വവും ഒക്കെ തീരുമാനിച്ച 2 പേരുകൾ ഉണ്ടായിരുന്നു. അത് ഔദ്യോഗികമായി തിരുവനന്തപുരത്തെ എത്തി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുമെന്നൊക്കെയായിരുന്നു ആദ്യ വാർത്തകൾ. പക്ഷേ അദ്ദേഹം വൈകിട്ടോടുകൂടി തന്നെ തലസ്ഥാനത്ത് എത്തുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമാണ് S സുരേഷ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഔദ്യോഗികമായി 2 പേരുടെയും പേരുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും മധുരം വിതരണം ചെയ്തൊക്കെയാണ് അവർ സന്തോഷം പങ്കുവച്ചത്. ചരിത്രത്തിലാദ്യമായി ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച അനന്തപുരി ഇനിയിപ്പോൾ നാളെ മേയർ തെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. എന്തായാലും മികച്ചൊരു ഭരണം കാഴ്ചവെക്കാൻ എല്ലാവർക്കും കഴിയുമെന്നുള്ള പ്രത്യാശ എല്ലാ കൗൺസിലർമാരും പങ്കുവയ്ക്കുന്നുണ്ട്. മേയറും ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളും അതുതന്നെയാണ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. BJP സംസ്ഥാന സെക്രട്ടറിയും യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ തിരുവനന്തപുരം ജില്ലാ സിറ്റി അധ്യക്ഷൻ, നിലവിൽ കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർ VV രാജേഷ് തിരുവനന്തപുരം മേയറാകും. BJP സംസ്ഥാന സെക്രട്ടറി S സുരേഷാണ് പ്രഖ്യാപനം നടത്തിയത്. കരമം വാർഡ് കൗൺസിലർ ആശാനാഥ് ഡെപ്യൂട്ടി മേയറാകും. തീരുമാനം BJP കൗൺസിലർമാരുടെ യോഗത്തിലായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു S ശാലിനി.